ഹായ് കൂട്ടുകാരെ, ഞാൻ ലേഹ റഫീഖിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു കിടിലൻ ഒരു 4 മണി പലഹാരവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ നിഷാറോയ്ക്ക് വേണ്ടി വൈകുന്നേരം 4 മണിക്ക് ചായ കുടിക്കാനായിട്ട് ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയൊരു ചായ പലഹാരമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് 4 മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു ബ്രെഡ് പോലെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. 8 ബ്രെഡ് എടുക്കുന്നതിനായിട്ട് ഒരു സ്പൂണ് ഉപ്പിട്ട്, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്, എള്ള് ഒരു സ്പൂണോളം എള്ളിട്ടിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഞാൻ 1 കപ്പ് മൈദയാണ്, 8 ബ്രെഡിന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മൈദ കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂട്ടി കൊടുക്കണം. കുറേശ്ശെ വെള്ളം എടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടരുത്. വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മൈദ ഇതിനകത്ത് പിടിക്കണം. അപ്പം നമ്മൾ 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏത് വീട്ടിലും ഇപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിലും ബ്രെഡ് ഉണ്ടാകും. ഇപ്പോൾ ഏത് വീട്ടിലും ബ്രെഡ് ഉണ്ടാകും. ബ്രെഡും ഒരു കോഴിമുട്ടയും ഒരു 1/4 കപ്പും മൈദയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ് ചേച്ചി ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ചേച്ചിക്ക് വേണം. അപ്പോൾ നമ്മുടെ മൈദയൊക്കെ നല്ലോണം ഇങ്ങനെ കുഴച്ചിട്ടുണ്ട്. നല്ലോണം ഇങ്ങനെ ഇളക്കി നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ഇത് കണ്ട നല്ലൊരു കളറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിനൊരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കാപ്പൊടി ഇടാം. അപ്പോൾ നമുക്ക് ചേച്ചി ഇന്നിപ്പോൾ ഏലക്കാപ്പൊടി ഇടുന്നില്ല, ഏലക്ക നമുക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലിങ്ങനെ കലക്കി ഒരു ഫുള്ള് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ രീതിയിൽ കണ്ട, ഈ രീതിയിൽ വേണം നമ്മൾ പൊടി എപ്പോഴും കലക്കി എടുക്കാനായിട്ട്. അധികം ലൂസാകാൻ പാടില്ല, അധികം തിക്കാകാനും പാടില്ല. ഇത് കണ്ടല്ല എല്ലാവരും, ഈ രീതിയിൽ വേണം നമ്മൾ ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി വെച്ച് നമുക്ക് വെള്ളം തിളച്ചതിന് ശേഷമേ നമുക്കിതിടാവുള്ളൂ. ഞാനിതൊന്ന് മൂടി വെക്കുകയാണ്. നമുക്കൊരു 5 മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ്. അപ്പോൾ മക്കളെ നമ്മുടെ മാവൊക്കെ, നമ്മുടെ ബ്രെഡ് പൊരി ഉണ്ടാക്കാനുള്ള മാവൊക്കെ ഇങ്ങനെയൊക്കെ നല്ലോണമൊക്കെ ഒന്ന് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പഴംപൊരി ഉണ്ടാക്കണമെങ്കിലും ഉണ്ടംപൊരി ഉണ്ടാക്കണമെങ്കിലും എന്ത് നമ്മൾ 4 മണി പലഹാരം ഉണ്ടാക്കാനായിട്ട് മാവ് കുഴച്ച് വെക്കുമ്പോൾ ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ച് ആ മാവൊന്ന് പുളിക്കണം. പുളിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെതായ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലോണം കുളിച്ചിട്ടുണ്ട്. നമുക്കിനി ഞാൻ ചേച്ചി ഓൾറെഡി ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് 4 മണിക്കാണ് മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ 4 മണി പലഹാരം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ചേച്ചി പഴംപൊരി ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ നമുക്ക് പഴം ഇപ്പോൾ ഭയങ്കര വിലയാണ്, പഴം കിട്ടില്ല പോയിട്ട്. അപ്പോൾ നമുക്ക് കിട്ടിയത് ബ്രെഡാണ്. അപ്പോൾ നമുക്ക് ആ ബ്രെഡ് കൊണ്ട് ഒരു കടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചേച്ചി വെച്ചു. അപ്പോൾ അവരിപ്പോൾ 4 മണിയാകുമ്പോൾ വരും. മണി 3:20. അപ്പോൾ നമുക്ക് ഞാൻ ഈ ബ്രെഡ് ഇതിനകത്തൊന്ന് മുക്കി വെക്കട്ടെ. നല്ലോണം ഒന്ന് മുക്കി ഓരോ ബ്രെഡും നമ്മൾ ഇതിനകത്ത് നല്ലോണം ഒന്ന് മുക്കി വെച്ചെങ്കിൽ മാത്രം അതൊന്ന് നല്ലോണം ഒന്ന് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരട്ടെ. നമുക്ക് ആ എണ്ണ കുറേശ്ശെ ഇതിനകത്തോട്ട് കോരി ഒഴിച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ്. ഇനിയിപ്പോൾ പിള്ളേരൊക്കെ സ്കൂള് വിട്ടൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്കൊരു പാക്കറ്റ് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മളെല്ലാ ജോലിയും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടട്ടെ. നമ്മുടെ ബ്രെഡ് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം എണ്ണയുടെ അകത്ത് കിടന്നുകൊണ്ട് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടും.
നമുക്കിത് മുരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരി എണ്ണ ഒന്ന് പോകുന്ന വരെ നമുക്കിതിങ്ങനെ ഒന്ന് പിടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഞാൻ ഇതിനകത്തോട്ട് മാറ്റിയാണ്. നമ്മുടെ ബ്രെഡ് റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിഷാ റോയ തിന്ന് കാണിക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും വളരെ എളുപ്പവുമായിട്ടുള്ള നമ്മുടെ ബ്രെഡ് പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.